നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ BM കോളേജിലെ പ്രിൻസിപ്പൽ അനീഷ് സർ ആണ്. അനീഷ് സർ എന്താണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം. അനീഷ് സർ, ഗുഡ് മോർണിംഗ്. സാറ് ഇപ്പൊ ഇരിക്കുന്ന ഈ പൊസിഷൻ BM കോളേജിലെ പ്രിൻസിപ്പൽ ആണല്ലോ. അതുവരെയുള്ള ആ ജേർണി സാറ് അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇതുവരെയുള്ള ജേർണിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കുട്ടികളും അതുപോലെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ്. അതിലൂടെ കുട്ടികളുടെ കോമ്പറ്റൻസീസ്, സ്കില്ലുകൾ, എബിലിറ്റികൾ ഒക്കെ ഒരു പരിധിവരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് കൂടുതൽ ഞാൻ താല്പര്യം എടുത്തുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന രീതിയിൽ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സർ. സാറേ, നമ്മുടെ ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് കോളേജുകളിൽ കുട്ടികളില്ല, പക്ഷെ ഇവിടെ താങ്ക്സ് ടു ഓൾമൈറ്റി നിറയെ കുട്ടികളുണ്ടായിരുന്നു. സോ ഇത് എന്താണ് ഇതിന് കാരണം? അതിന് ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് പ്രധാനമായും ചെയ്യാൻ സാധിക്കുന്ന കുട്ടികളിൽ നല്ല രീതിയിലുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അവർ കൂടുതലായിട്ട് ഈ പറയുന്ന കോളേജുകളിലേക്ക് കടന്നു വരികയും അതിലൂടെ അവർക്ക് കൂടുതൽ ഭാവി ഉണ്ടാക്കാൻ സാധിക്കും. കോളേജുകളിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നല്ല പ്രോഗ്രാമുകൾ, കോൺഫറൻസുകൾ, സെമിനാറുകൾ, അതുപോലെ വേറെ ആഡ് ഓൺ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, അല്ലെ ഗൂഗിൾ ബേസ്ഡ് ആയിട്ട് പല സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, ലിങ്ക്ഡിൻ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ സ്വീകാര്യമായ രീതിയിലേക്ക് നമ്മുടെ ക്യാമ്പസിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഈ കോളേജിലുണ്ട്. ആഡ് ഓൺ കോഴ്സുകളുണ്ട്, അതുപോലെ കോഴ്സറ കോഴ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലാംഗ്വേജ് ലാബുകൾ, ഇംഗ്ലീഷ് പ്രൊഫഷൻസി കുറഞ്ഞ കുട്ടികൾക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ കോളേജിൽ നടപ്പി വരുത്തുവാനും കൂടി ആലോചിക്കുന്നുണ്ട്. വെരി നൈസ്. സോ സാറിന്റെ കോളേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ട്, ഒരു ഫ്യൂച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കോളേജാണ്. സാധാരണ കോഴ്സസ് മാത്രമല്ല, സാറ് പറഞ്ഞ പോലെ ആഡ് ഓൺ കോഴ്സുകളുണ്ട്, സ്കിൽ ബേസ്ഡ് കോഴ്സുകളുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള യൂത്ത് എസ്റ്റിന്റെ പല പ്രോഗ്രാം നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അത് കൂടുതൽ കുട്ടികളും ഇവിടെ 220 കുട്ടികളോളം കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ആഡ് ഓൺ കോഴ്സിലൂടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു അഭിമാനപൂർവ്വം ഇവർക്കെല്ലാം ജോലി കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ നോമിനൽ ആയിട്ടുള്ള ഫീസ് മാത്രമേ ഗവൺമെന്റിന്റെ ഇതിലേക്ക് വരുന്നുള്ളൂ. സ്വാഗതാർഹമാണ്. വെരി നൈസ്. സോ സാറിന്റെ കോളേജും സാറിന്റെ ഈ ഇങ്ങനത്തെ ഒരു രീതിയും വെരി ഫ്യൂച്ചർ സെൻട്രിക്, വെരി സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ആ രീതിയും നന്നായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.